Like a Hellcat. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിസമ്മാസ് ഫുഡ് ആൻഡ് ടിപ്സ്. ഇന്നൊരു ബോട്ടിൽ ക്രാഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ മോളാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും കാണണം. ഇതൊരു ഹൗസ് ബോട്ടിൽ ക്രാഫ്റ്റാണ് ചെയ്തിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തിരുന്നു, ഒരു വാട്ടർ മെലോൻ്റെ. അത് ഐ ബട്ടണിൽ കൊടുക്കാം, അത് നിങ്ങളൊന്ന് പോയി കാണണം. അപ്പം നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണണം. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്ക്വയർ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇത് റോയൽ ആംസ് എന്ന് പറഞ്ഞൊരു ബോട്ടിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബോട്ടിൽ വേണമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ നല്ല വൃത്തിക്ക് കഴുകി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് റൗണ്ട് ബോട്ടിൽ വേണമെങ്കിൽ ചെയ്യാം, സ്ക്വയർ ബോട്ടിൽ, പിന്നെ ഓവൽ ബോട്ടിൽ വേണമെങ്കിൽ ചെയ്യാം, ഏത് ബോട്ടിൽ വേണമെങ്കിലും ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡാണ്. നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ലെയർ ഒന്ന് ഇളക്കി കളയണം. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഡോറ് ചെയ്യാനാണ്, ഡോറിനായിട്ടാണ് ഈ ഒരു കാർഡ്ബോർഡ്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു ആർക്ക് ഷേപ്പ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത് ഒരു ആർക്ക് ഷേപ്പ് ഡോറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയറോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഒട്ടിച്ച് നോക്കാം. അപ്പോൾ എനിക്കിപ്പോൾ ആർക്ക് ഷേപ്പാണ് വേണ്ടത്. നമുക്കത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫെവിക്കോളാണ്. നിങ്ങൾക്ക് ഏത് ഗ്ലൂ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലൂ ഗൺ വേണമെങ്കിൽ എടുക്കാം, ഫെവി ബോണ്ട് വേണമെങ്കിൽ എടുക്കാം, ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ആ ഡോറ് ബോട്ടിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ബോട്ടിലിൻ്റെ സൈഡിലാണ് ഈ ഡോർ ഒട്ടിക്കുന്നത്. ഇനി നമുക്ക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ബോട്ടിലേൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട വേറൊരു കാർഡ്ബോർഡാണ്. അതിൻ്റെ ഞാൻ ഫസ്റ്റ് ലെയർ എല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ കാർഡ്ബോർഡ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വിൻഡോ ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വിൻഡോ ആ ഒരു മോഡൽ വരച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ആർക്ക് ഷേപ്പ് തന്നെയാണ് എല്ലാം യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് ഏകദേശം ഒരു നടുക്ക് ഭാഗത്താണ് ഇത് ഒട്ടിക്കുന്നത്. ഗ്ലൂ അപ്ലൈ ചെയ്യാം, എന്നിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതാ കണ്ടോ, ഇതുപോലെ. ഇപ്പോൾ നമ്മളെല്ലാം സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട പരിപ്പാണ്. പരിപ്പ് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ല അതിൻ്റെ അകത്ത് പൂപ്പലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ അതിന് പകരം വേറെ എന്തെങ്കിലും ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാം നല്ലതായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട മുട്ടത്തോടാണ്. മുട്ടത്തോട് യൂസ് ചെയ്യുമ്പോൾ നല്ലതായിട്ട് വാഷ് ചെയ്ത് എടുക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലേ ബാഡ് സ്മെല്ലൊക്കെ വരുന്നതായിരിക്കും. നല്ലതായിട്ട് വാഷ് ചെയ്തെടുത്തതാണ്. അപ്പം ഞാനിവിടെ ഒരു 5-6 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ ഇച്ചിരി ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ പൊടിച്ചെടുക്കുക, ഇല്ലേ നമുക്ക് കുപ്പിയിൽ ഒട്ടിക്കുമ്പോൾ തീരെ ചെറുതായിപ്പോവും. അപ്പോൾ നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിലേൽ ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ബോട്ടിൽ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഫെവി ഗ്ലൂ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു ബ്രഷ് ഇട്ടിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അല്ലെങ്കിൽ ഫെവി ഗ്ലൂ പ്ലസ് വാട്ടർ ആണെങ്കിലും നല്ലതാണ്. അത് ഒരു ഇച്ചിരി വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ചധികം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലായിടത്തും തേച്ച് കൊടുത്താലും മതി. അത് നല്ലതായിട്ട് ഒട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതെല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഓരോ മുട്ടത്തോടെ എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ ഒട്ടിക്കുമ്പോൾ ഭയങ്കര ഇളകി പോകും. അപ്പം കുറച്ച് നേരം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ഡേയോ അല്ലെ 1 or 2 hours അങ്ങനെ വല്ലതും ഒന്ന് ഡ്രൈ ആക്കാനായിട്ട് വെക്കുക. ഇപ്പം ഞാനിവിടെ ഒരു ഹാഫ് ഡേ വെച്ചിട്ടുണ്ട്. ഇപ്പം നല്ലതായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഉണ്ടോ ഇതുപോലെ. അപ്പോൾ നിങ്ങൾ ഇത് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മണ്ടയിൽ കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ല ഉറപ്പ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ കളർ അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആക്രിലിക് കളേഴ്സിൽ ഒരു റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ബ്ലാക്ക് കളർ ഉണ്ടെങ്കിൽ അതൊന്നും വേണമെങ്കിൽ യൂസ് ചെയ്യാം. എൻ്റെ ബ്ലാക്ക് കളർ ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ റെഡ് കളർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം കേട്ടോ.
അപ്പോൾ നമുക്ക് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ ഇടയിലൊക്കെ സ്പേസ് കാണും, അതിൻ്റെ ഇടയിലെല്ലാം നമുക്കൊന്ന് തേച്ച് കൊടുക്കണം. ഇപ്പം ഞാൻ എല്ലായിടത്തും ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്ത് നല്ലതായിട്ട് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ലതായിട്ട് ഡ്രൈ ആവണം, ഇല്ലെങ്കിൽ അതൊക്കെ ഇളകിപ്പോയി കയ്യിലൊക്കെ ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നല്ലതായിട്ട് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു സിൽവർ കളറാണ്. ആക്രിലിക് കളേഴ്സിൽ ഒരു സിൽവർ കളർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു പൗഡർ പോലാണ്. ഇത് നമുക്ക് ആ ഒരു റെഡ് കളറിൻ്റെ മണ്ടയിൽ ഒരു ചെറിയൊരു കോട്ടിംഗ് പോലൊന്ന് അടിച്ചു കൊടുക്കാനാണ്. ഇതാ കണ്ടോ, ഇതുപോലാണ് നമ്മുടെ സിൽവർ കളർ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ബ്രഷ് എടുത്തിട്ട് ഇച്ചിരി എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതാ ഇതുപോലെ. ഈ സിൽവർ കളർ അപ്ലൈ ചെയ്യുന്നത് ജസ്റ്റ് ഒരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് ബോട്ടിലിന്. അപ്പം നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഇതില്ലേലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. അപ്പോൾ നമുക്ക് പരിപ്പും സിൽവർ കളറൊക്കെ വേണമെങ്കിൽ മതി. അതൊന്നും തേച്ച് കൊടുത്തില്ലെങ്കിലും ഒട്ടിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എല്ലാം നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഒരു വൈറ്റ് കളറാണ്. അപ്പോൾ ഇത് നമുക്കെടുത്ത് നമുക്ക് പരിപ്പിൻ്റെ ആ ഒരു സൈഡിലെല്ലാം ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ. അപ്പോൾ ഞാൻ എല്ലാം പെയിൻറ്റ് ചെയ്ത് കൊടുത്ത് നല്ല ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വേറൊരു കാർഡ്ബോർഡാണ്. അപ്പോൾ ഞാൻ ഈ കാർഡ്ബോർഡ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ലെയർ ഒന്ന് കളയണം. അപ്പോൾ നമ്മൾ എല്ലാ കാർഡ്ബോർഡ് എടുക്കുമ്പോഴും അതിൻ്റെ ഫസ്റ്റ് ലെയർ ഒന്ന് കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ഡോറിൻ്റെ ഒരു ലെങ്തിലാണ് കട്ട് ചെയ്യുന്നത്, ഒരു വീതിക്കനുസരിച്ച് ഇങ്ങനെ ഒന്ന് വെക്കാനായിട്ടാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഷേപ്പിൽ തന്നെ അടുത്ത ഒരെണ്ണം കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ വെക്കാനായിട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ വിൻഡോയ്ക്കും കൂടെ ഒരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. ഇനി നമുക്കിതിനെ യെല്ലോ കളറാണ് അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഡോറിനാണ് നമ്മൾ യെല്ലോ കളർ അടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വയലറ്റ് കളർ വേണം. വയലറ്റ് കളർ എടുത്തിട്ട് ദാണ്ട് ഈ ഒരു സൈഡിൽ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. ഇതുപോലെ. ഇതുകൊണ്ട് ഇതുപോലാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കളർ ചേഞ്ച് വരുത്തണമെങ്കിൽ അത് വരുത്താം കേട്ടോ. ബോട്ടിലിന് വേണമെങ്കിൽ വേറെ കളർ കൊടുക്കാം, ഡോറിന് വേണമെങ്കിൽ വേറെ കളർ കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മളെല്ലാം അടിച്ചു കൊടുത്ത് ഇനി നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു കാർഡ്ബോർഡ് എടുക്കണം. ഇത് നമുക്ക് ആ ഡോറിൻ്റെ മണ്ടലൊന്ന് ഒട്ടിക്കാനായിട്ടാണ്. ആ കാർഡ്ബോർഡിൻ്റെ ആ ഫസ്റ്റ് ലെയർ നമ്മൾ കളയണ്ട, അത് ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് ജസ്റ്റ് കൈ ഇട്ടൊന്ന് പ്രസ് ചെയ്യാം. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ബോട്ടിലിൽ ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് കണ്ടോ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം. ഞാൻ മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതാണ്ട് കണ്ടു ഇതുപോലൊന്ന് വെക്കാനായിട്ടാണ്. ഇനി നമുക്ക് ഫെവി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നല്ലതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതൊട്ടാൻ കുറച്ച് നേരം എടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ മണ്ടയിൽ എന്തെങ്കിലും വെയിറ്റോ അല്ലെങ്കിൽ കൈയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ നല്ലതായിട്ട് സ്റ്റിക്കായിട്ട് വന്നിട്ടുണ്ട്, നല്ല ഡ്രൈ ആയിട്ട് എല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു വയലറ്റ് കളർ എടുക്കണം. വയലറ്റ് കളർ എടുത്തിട്ട് നമുക്ക് അവിടെ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ അടിച്ചു കൊടുക്കുമ്പം ബോട്ടിലൊന്നും ആകാതിരിക്കുക ശ്രദ്ധിക്കുക. അപ്പം ഞാനിപ്പോൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം.
ഇപ്പോൾ കണ്ടോ ഇതെല്ലാം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സിൽവർ കളർ കൊടുത്തതിൻ്റെ ഒരു ഗ്ലേസിംഗ് ഒക്കെ ആ ഒരു ബോട്ടിലിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ബോട്ടിൽ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു വലിയൊരു കാർഡ്ബോർഡാണ്. അപ്പോൾ ഈ കാർഡ്ബോർഡ് നമുക്ക് എടുത്തിട്ട് നമ്മുടെ ബോട്ടിലിൻ്റെ ആ ഒരു ഫ്രണ്ട് ആ ഒരു വായ്ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ഒരു അളവെടുക്കണം. അതിൻ്റെ ആ ഒരു അളവ് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. കാർഡ്ബോർഡിൽ വരച്ചു കൊടുത്തതിന് ശേഷം അത് നമുക്ക് കട്ട് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് സ്റ്റിക്സ് എടുക്കണം. കാർഡ്ബോർഡിൻ്റെ തന്നെ കുറച്ച് സ്റ്റിക്കായിട്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറ്റേ ആ വലിയ കാർഡ്ബോർഡ് ഞാൻ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഫസ്റ്റ് ലെയർ എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റിക്ക് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ മണ്ടയിൽ ഒട്ടിക്കാനായിട്ടാണ്. അപ്പോൾ ഈ സ്റ്റിക്സിൻ്റെ എല്ലാം ഒരു ഫസ്റ്റ് ലെയർ നമുക്ക് ഇളക്കി കളയാം. ഇപ്പം ഞാൻ എല്ലാം ഇളക്കി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ മണ്ടയിലേക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് വെച്ച് നോക്കണം. വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി ഒന്ന് നീളമുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ. അപ്പോൾ നമുക്ക് ഇച്ചിരൂടെ നീളമുണ്ട്. അതുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് ആദ്യം നമ്മളിത് കട്ട് ചെയ്ത് ഒട്ടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇച്ചിരി ഇറക്കിയിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഓരോന്നോരോന്നിൻ്റെ മണ്ടയിൽ വേണം അടുത്തടുത്ത് സ്റ്റിക്സ് ഒട്ടിക്കാനായിട്ട്. എന്നാലേ അതിൻ്റെ കറക്റ്റ് ഒരു ടെക്സ്ചർ വരത്തുള്ളൂ. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് കൈ ഇട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ വലിയ കാർഡ്ബോർഡിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇച്ചിരി ഇറക്കിയാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റിക്കും കൂടെ അതിൻ്റെ മണ്ടയിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ അപ്ലൈ ചെയ്തു. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൈയിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അതിൻ്റെ മണ്ടയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതാണ്ടോ ഇതുപോലാണ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാം ഒട്ടിച്ച് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ ഇതുപോലാണ് ഏകദേശം ഇത് ഇരിക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കണം. ദാണ്ട് ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് വയലറ്റ് കളറാണ് ഈ ഒരു കാർഡ്ബോർഡിന്. അപ്പോൾ നമുക്ക് ഇതിന് ഇനിയും ആ വയലറ്റ് കളർ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിത് അടിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ നല്ലതായിട്ട് ഡ്രൈ ആക്കി. എവിടെയെങ്കിലും ഇച്ചിരി അടിക്കാനുണ്ടെങ്കിൽ പെയിൻ്റ് ആകാനുണ്ടെങ്കിൽ നമുക്ക് അവിടെ എല്ലാം അടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് കുപ്പിയിലോട്ട് ഇറക്കി കൊടുക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ഫെവി ഗ്ലൂ വേണ്ട ഒട്ടിക്കാനായിട്ട്. അതിൻ്റെ ജസ്റ്റ് സൈഡ് ഒന്ന് ഒട്ടിക്കാൻ മാത്രം മതി. ഇറക്കി വെക്കാനായിട്ടാണ് നമ്മളൊരു ഹോൾ ഇട്ടേക്കുന്നത് അവിടെ. അപ്പോൾ നമുക്ക് സൈഡ് ഒന്ന് സ്റ്റിക്ക് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ഫെവി ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് ഇതുപോലെ എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് സൈഡും അങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കണ്ടോ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് നല്ലതായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ആക്കി എടുത്തതിന് വേണം കേട്ടോ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ. ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് ഇളകി പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇനി ഞാനിവിടെ 2 കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അതൊരു ഈ നമ്മളിപ്പോൾ ഒട്ടിച്ച് ആ കാർഡ്ബോർഡിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കട്ട് ചെയ്ത ആ 2 കാർഡ്ബോർഡിലും ഒരു യെല്ലോ കളറൊന്ന് അടിച്ചു കൊടുക്കാം. ഈ 2 കാർഡ്ബോർഡിന് ഇപ്പം ഞാൻ ഫുള്ളായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ കുപ്പിയുടെ ഒരു നെക്ക് പോർഷൻ നമുക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കാണുമ്പോൾ അതൊരു ബോട്ടിലാണെന്ന് നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫെവിക്കോൾ ഈ ഒരു കാർഡ്ബോർഡിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കാം ബോട്ടിലേൽ.
ഇതുപോലെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോഴേക്കുമ്പം നമ്മൾ ബോട്ടിലിൻ്റെ അളവൊന്ന് ഈ കാർഡ്ബോർഡിലൊന്ന് സ്കെച്ച് ചെയ്ത് വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് ഭാഗം അങ്ങനെ ഒട്ടിക്കുക. എന്നിട്ട് ബാക്ക് സൈഡ് നമുക്ക് ആ കാർഡ്ബോർഡിൽ ചേർത്ത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ കണ്ടോ, നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്, നല്ലതായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ പണിയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിലായിട്ട് റെഡിയാവും. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചെറിയൊരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്, ചെറിയൊരെണ്ണമാണ്. അതിൻ്റെ ഫസ്റ്റ് ലെയർ എല്ലാം കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കണം. ഇതാ കണ്ടോ, ഇതുപോലെ. ഈ ഒരു ബോട്ടിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് കാർഡ്ബോർഡാണ്. അപ്പോൾ കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടൊരു ഹൗസ് ബോട്ടിൽ ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു കാർഡ്ബോർഡിനും ചെറിയ 2 ഇത് കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ആ ഒരു കാർഡ്ബോർഡിൻ്റെ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതാണ് ഇതുപോലെ. ഇനി നമുക്ക് ഫെവി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കാർഡ്ബോർഡിന് എല്ലാം ഫസ്റ്റ് ലെയർ ഒന്ന് കളഞ്ഞാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ കാർഡ്ബോർഡ് എടുക്കുമ്പോഴും നമ്മൾ ഈ ഒരു ബോട്ടിൽ ക്രാഫ്റ്റിന് ജസ്റ്റ് ഒരു ഫസ്റ്റ് ലെയർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നാലേ അതിനൊരു ഭംഗി ഉണ്ടാകത്തുള്ളൂ. ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് ലെയർ ഒന്ന് കളഞ്ഞെടുക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത സൈഡിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഫെവി ഗ്ലൂ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു പീസ് കാർഡ്ബോർഡും കൂടെ അതിൻ്റെ മണ്ടയിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതാണ്ടോ, ഇതുപോലെ നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പം ഞാനിവിടെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഉറപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയല്ല, നമ്മൾ ഫസ്റ്റ് ലെയർ ഒട്ടിച്ചതിൻ്റെ കൂട്ടാൻ നമ്മൾ റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ വേറൊരു കാർഡ്ബോർഡും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാർഡ്ബോർഡിൻ്റെ ഫസ്റ്റ് ലെയറെല്ലാം കളഞ്ഞ് അതിൻ്റെ മണ്ടയിൽ നമുക്ക് ആ ബോട്ടിലിൻ്റെ ആ ഒരു വായ് ഭാഗത്തെ ഒരളവ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഇതിന് രണ്ടിനും കളർ കൊടുക്കുന്നുണ്ട്. ഇതിന് ഒരു യെല്ലോ കളറും ഇതിന് ഒരു വയലറ്റ് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനത് കൊടുക്കുന്നതും ഒട്ടിക്കുന്നതും ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒട്ടിക്കുക. ഈ ഒരു കൂരയുടെ അടിയിൽ അത് ഒട്ടിച്ചതിന് ശേഷം കുപ്പയിലോട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എൻ്റെ മിസ്സായിപ്പോയി, അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബോട്ടിൽ ക്രാഫ്റ്റാണ്. അപ്പോൾ കാർഡ്ബോർഡും ഗ്ലൂ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ടൊരു ബോട്ടിൽ ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇതിൽ പരിപ്പ് സൈഡിലൊന്നും ഒട്ടിക്കരുതെന്ന്. അപ്പോൾ ഞാൻ ആ പരിപ്പ് ഇളക്കി കളഞ്ഞിട്ട് അവിടെ ഞാൻ സീക്വൻസി ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടുണ്ട് ഇതുപോലെ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഭംഗി വരുന്നുണ്ട്. അപ്പം ഞാൻ സെക്കൻഡ് ലെയർ ഞാൻ ഒട്ടിച്ച് കൊടുത്തത് നിങ്ങളെ കാണിച്ചില്ലായിരുന്നു. ഇതുപോലാണ് അത് ഇറക്കി വെക്കേണ്ടത്. കണ്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടായിരിക്കും. അത് നിങ്ങളൊന്ന് ഞെക്കിയിട്ട് അവിടെ ഓൾ എന്ന ഒരു ഓപ്ഷൻ വരും. അതേ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വരുന്നുള്ളൂ. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടിൽ ദെൻ ബൈ.